വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ബസ് സ്റ്റാൻഡിനെ ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. നടത്തത്തിനിടയിൽ അവൾ കിതക്കുന്നുണ്ട്. ദൈവമേ, ഇന്നും നേരമായല്ലോ, ബസ് പോയി കാണുമോ? വൈകിയാണ് പോക്കെങ്കിലും ഇന്ന് ആ മാനേജറുടെ വായിൽ കിടക്കുന്നത് കേൾക്കേണ്ടി വരും. വെപ്രാളത്തോടെ അവൾ ബസ് സ്റ്റോപ്പിലേക്ക് കയറി ചെന്നു. പതിവ് മുഖങ്ങൾക്കൊരു പുഞ്ചിരി കൊടുത്തു. എന്നാൽ പതിവ് തെറ്റിക്കാതെ അവൾക്കായി അവർ തിരിച്ചു കൊടുത്തത് അവജ്ഞത നിറഞ്ഞ നോട്ടമാണ്. ഇത് പതിവാണെങ്കിലും അവളുടെ ഹൃദയത്തെ വേദനിപ്പിക്കാതിരുന്നില്ല. എങ്കിലും തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ഭഗവതി കാത്തു, ബസ് പോയിട്ടില്ല. ഒന്ന് നെടുവേർപ്പെട്ട് അവൾ ബസ് കാത്തു നിന്നു. വലിയ ശബ്ദത്തോടെ ബസ് വന്ന് നിന്നതും അവൾ അതിലേക്ക് കയറി. ആ തിക്കിലും തിരക്കിലും എങ്ങനെയോ അവൾ അകത്തേക്ക് കയറി. അവളെ കണ്ടതും കണ്ടക്ടർ പതിവ് സീറ്റ് അവൾക്കായി ഒഴിച്ചു കൊടുത്തു. ബസ്സിൽ നിന്നിറങ്ങിയത് ഉലഞ്ഞ കോട്ടൻ്റെ സാരി കൈക്കൊണ്ടൊന്ന് നിവർത്തി നേരെയാക്കി അവൾ നടക്കാൻ തുടങ്ങി. ബസ് സ്റ്റാൻഡിൽ നിന്ന് 10 മിനിറ്റ് നടക്കാനുണ്ട്. മറ്റുള്ളവരെ പോലെ സ്വന്തമായി വാഹനമില്ലാത്തത് കൊണ്ട് നടന്നാണ് യാത്ര. അല്ലെങ്കിലും ഈ സമയത്ത് നടക്കുന്നതാണല്ലോ നല്ലത്. നടന്നൊരുവിധം വിയർത്തുകൊണ്ട് സാരിയുടെ മുന്താണി കൊണ്ട് വിയർപ്പുകൾ ഒപ്പിയവൾ ഓഫീസിൻ്റെ ഗേറ്റ് കടന്നു. തന്നെ നോക്കി ചിരിക്കുന്ന ഗോപാലേട്ടനെ സ്ഥിരം പുഞ്ചിരി നൽകി അകത്തേക്ക് കയറി. പഞ്ച് ചെയ്ത് തൻ്റെ സീറ്റിലിരുന്ന് വർക്ക് ചെയ്യുമ്പോഴും പതിവ് പോലെ മറ്റുള്ളവരുടെ മുള്ള വെച്ചുള്ള സംസാരത്തിന് അവൾ കാതുകൊടുത്തില്ല. ഓഫീസിൽ 50 പേരിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലും അവൾ ഒറ്റയ്ക്കാണ്. ആരോടും കൂട്ടുകൂടാനോ ആരെയും അടുപ്പിക്കാനോ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം ഈ ഓഫീസ് അവൾക്ക് കുത്തുവാക്കുകളും നാണക്കേടും മാത്രമേ തന്നിട്ടുള്ളൂ. എന്നിട്ടും ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ഗതികേട് കൊണ്ടാണ്. അവൾക്ക് സ്വയം പുച്ഛം തോന്നി. ഇല്ല, ഞാൻ തോറ്റുകൊടുക്കില്ല, എനിക്ക് ജയിക്കണം, ഇപ്പം ഞാൻ തനിച്ചല്ല. സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നു. തൻ്റെ ജോലിയിൽ അവൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ വർമ്മ സാറിന് അവളുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യവുമാണ്. മറ്റുള്ളവർക്ക് ആ കാര്യത്തിലും അവളോട് അസൂയയുണ്ട്. ആകെ സുഹൃത്തെന്ന് പറയാനുള്ളത് മീരയാണ്. അവളിന്ന് ലീവും. ലഞ്ച് ബ്രേക്കിന് അവൾ ഒറ്റയ്ക്കിരുന്നു. മീൻ വറുത്തതും തോരനും കഴിക്കാൻ തോന്നുന്നുവെങ്കിലും കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു. അവൾ എഴുന്നേറ്റ് പോകുന്നത് കണ്ടതും അപ്പുറത്തിരുന്ന സ്ത്രീകൾ പരസ്പരം പറയാൻ തുടങ്ങി. അവളുടെ അഹങ്കാരം കണ്ടില്ലേ, ഈ ഓഫീസ് അവളാണ് ഭരിക്കുന്നതെന്ന് തോന്നും. അവളെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം പോലും കഴിക്കാതെ വയർ വീർപ്പിച്ചിട്ട് വന്നവളാ. അത് ശരിയാ, എന്നിട്ട് അവളുടെ അഹങ്കാരം കണ്ടില്ലേ? എന്താ സൂസൻ, ആ കുട്ടി നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെയല്ല ജീവിക്കുന്നത്. പിന്നെ അതിനതിൻ്റെ പാട്ടിൽ വിട്ടൂടെ? തോമസ് സാറിനല്ലെങ്കിലും അവളോടാണ് ചായ്വ്. അതെ, അങ്ങനെയാ. എനിക്കുമുള്ളതല്ലേ കെട്ടുപ്രായം തികഞ്ഞ 2 പെൺകുട്ടികൾ. സൂസനൊന്ന് ആക്കി മൂളി. ഓഫീസിൽ ഏറ്റവും പ്രായം ചെന്ന സ്റ്റാഫാണ് തോമസൻ, വർമ്മയുടെ വിശ്വസ്തൻ. വന്നന്ന് തൊട്ട് ശ്രദ്ധിക്കുന്നതാണ് മിത്രയെ. ഇത്രയും ചങ്കൂറ്റമുള്ള പെണ്ണുങ്ങളെ അത്ര പെട്ടെന്ന് കാണാൻ കിട്ടില്ല. ഈ ഓഫീസിൽ നിന്ന് മാത്രം അവൾ ഒരുപാട് അപമാനം സഹിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തോ? പാവം കുട്ടി. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും മിത്രയുടെ മനസ്സ് നിറയെ തനിക്ക് നേരെ വരുന്ന കുത്തുവാക്കുകളാണ്. ബസ്സിറങ്ങി നടക്കുന്നതിനിടയിൽ അവളുടെ കണ്ണുകൾ കവലയിൽ നിർത്തിയിട്ട ജീപ്പിലേക്ക് പോയി. ഒന്നുകൂടെ നോക്കിയപ്പോൾ കണ്ടു തന്നെ അവജ്ഞതയോടെ നോക്കുന്ന കണ്ണുകളെ. ആ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന പ്രണയത്തിന് പകരം ഇന്ന് പുച്ഛമോ വെറുപ്പോ മറ്റെന്തൊക്കെയോ ആണ്. അത് തന്നെയാണ് കാണുന്നത്. ആ നോട്ടം എന്നെ ചുട്ടുപൊള്ളിക്കുന്നു. എങ്കിലും സാരമില്ല, വെറുത്തോട്ടെ. അത് തന്നെയാണ് എനിക്കും വേണ്ടത്. എങ്കിലോ എല്ലാം മറന്ന് അദ്ദേഹത്തിനൊരു പുതിയ ജീവിതം തുടങ്ങാൻ സാധിക്കൂ. ഈ പിഴച്ചവൾക്ക് വേണ്ടി നശിപ്പിക്കേണ്ടതല്ല ആ ജന്മം. ആലോചനകൾക്കൊടുവിൽ അവൾ ഒരു ഓടിട്ട വീടിനുള്ളിലേക്ക് കയറി. ഓ, ഊരുതണ്ടി കെട്ടിലമ്മ എഴുന്നള്ളിയോ? പതിവ് കുത്തുവാക്കുകളിൽ ഇതും പെടും. അതുകൊണ്ട് മൈൻഡാക്കാതെ അവൾ അകത്തേക്ക് കയറി. അടുക്കളയിലോട്ട് ചേർന്നുള്ള ചെറിയ മുറിയാണ് അവളുടേത്. അതിൽ നിന്ന് വസ്ത്രമെടുത്ത് കുളിക്കാൻ കയറി. കുളിച്ച് ഫ്രഷായി വന്നതും അവൾ അടുക്കളയിൽ കയറി ഒരു കട്ടനിട്ടു. കറണ്ട് ബില്ല് അടക്കാനായി. പലചരക്ക് സാധനങ്ങളും തീർന്നു. പിന്നെ വേറെയുമുണ്ട് ആവശ്യങ്ങൾ. അതുകൊണ്ട് എനിക്കൊരു 5000 രൂപ വേണം. ചെറിയമ്മയുടെ സംസാരത്തിന് ചെവി കൊടുക്കാതെ അവൾ ചായ കുടി തുടർന്നു. നീ കേൾക്കുന്നില്ലേ? നിന്നോടാണ് ഞാൻ പറയുന്നത്. കറണ്ട് ബില്ല് ഞാൻ അടച്ചോളാം. പിന്നെ പലചരക്ക് ലിസ്റ്റ് തന്നാൽ ഞാൻ തന്നെ വാങ്ങിച്ചോളാം. അതെന്താ, എൻ്റെ കയ്യിൽ നിനക്ക് ക്യാഷ് തരാൻ ഒക്കില്ലേ? ഇല്ല, നിങ്ങൾക്ക് ദൂർത്തെടുക്കാൻ എൻ്റെ കയ്യിൽ ക്യാഷില്ല. വെറുതെ ഒന്നും അല്ലല്ലോ. കല്യാണം പോലും കഴിക്കാതെ പിഴച്ചു ഗർഭിണിയായ നിന്നെ ഇവിടെ താമസിപ്പിച്ചിട്ടല്ലേ. പോരാത്തതിന് നാട്ടുകാരുടെ പഴി കേൾക്കലും.
ഇതെൻ്റെ അമ്മയുടെ വീടാണ്. നിങ്ങളാണ് ഇവിടെ നിന്ന് വന്നതല്ലാതെ ഞാനല്ല. ഓ, നിന്റെ വായിൽ നാക്കുണ്ടല്ലേ. എന്നിട്ട് എന്താടി നിന്റെ കൊച്ചിൻ്റെ അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോൾ വാ തുറക്കാത്തത്? ആ ചോദ്യത്തിന് മുന്നിൽ വാടച്ചു നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. മതി, നിങ്ങൾക്ക് വേണ്ടത് ക്യാഷല്ലേ? നാളെ വൈകുന്നേരം നിങ്ങൾക്ക് ഞാൻ ക്യാഷ് തരും. പിന്നെ നിങ്ങളുടെ ആങ്ങളയോട് പറഞ്ഞേക്ക് കാശിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന്. എൻ്റെ ആങ്ങളയ്ക്ക് എന്താടി കുഴപ്പം? ആണുങ്ങളായാലേ കുറച്ച് വഷളത്തരമൊക്കെ കയ്യിൽ കാണും. പിന്നെ നീ ഉണ്ടാക്കിയ പേര് ദോഷത്തിന് രാജകുമാരൻ വരുവോ? എനിക്ക് ഒരു രാജകുമാരനെയും വേണ്ട. അതും പറഞ്ഞ് മിത്ര അകത്തേക്ക് പോയി ബാഗ് തുറന്നു നോക്കി. ആകെ ഉള്ളത് 3000 രൂപയാണ്. അത് അയാൾക്ക് കൊടുത്താൽ ഞാനെങ്ങനെ ഈ മാസത്തെ ചെക്കപ്പിന് പോകും? അടുത്ത ആഴ്ച ഹോസ്പിറ്റൽ പോകാം. ആദ്യം ഇവരുടെ ശല്യമാണ് ഒഴിവാക്കേണ്ടത്. മിത്ര മനസ്സിൽ കണക്ക് കൂട്ടി ക്യാഷ് എടുത്തു വെച്ചു. അടുക്കളയിൽ കയറി രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു കിടന്നു. വയറു ചെറുതായി വേദനിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടറോട് പറയാം. ആദ്യത്തെ 3 മാസം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് 4 കഴിയാറായി. ചെറുതായി വയറ് വലുതായി വരുന്നുണ്ട്. ജനലിലൂടെ മിത്ര പുറത്തേക്ക് നോക്കി. നിലാവുണ്ട്, കൂടെ നക്ഷത്രങ്ങളും. അമ്മയെ അറിയുന്നുണ്ടോ? അമ്മയുടെ മോള് ഏതവസ്ഥയിലൂടെയാണ് പോകുന്നതെന്ന്. ചുറ്റും ആളുകൾ എന്നെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്ക് കഴിയുന്നില്ല. മറ്റുള്ളവരോട് എന്ത് മറുപടിയാണ് ഞാൻ പറയേണ്ടത്? എനിക്ക് തോറ്റുകൊടുക്കാൻ കഴിയില്ല ആരുടെ മുന്നിലും. എനിക്ക് ജയിക്കണം. എൻ്റെ പ്രണയം ഗിരിയേട്ടൻ ഞങ്ങൾ ഒന്നിച്ചൊരു ജീവിതം കുട്ടിക്കാലം മുതൽ സ്വപ്നം കണ്ടതാ. എന്നാൽ എനിക്കതിന് യോഗ്യതയില്ല. ഇന്ന് ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്. ആ രാക്ഷസൻ്റെ രക്തം എൻ്റെ വയറ്റിൽ പിറവിയെടുത്ത് കഴിഞ്ഞു. കൊല്ലാൻ കഴിയുന്നില്ല അമ്മ. ഒരു ജീവനല്ലേ, എൻ്റെ കൂടി കുഞ്ഞല്ലേ. അയാളുടെ മുൻപിൽ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു വളർത്തും. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ഗിരിയേട്ടന് ഒരു ജീവിതം കൊടുത്താൽ മതി. പതിയെ വീർത്ത വയറിലേക്ക് അവൾ കൈവച്ചു. കണ്ണുകൾ തുറന്നിരുന്നില്ല. പതിയെ അവൾ ഉറക്കത്തിലേക്ക് വീണു. അപ്പോഴും ആ ചുവന്ന കണ്ണുകൾ തെളിഞ്ഞു വന്നു. അവയോടടങ്ങാത്ത വെറുപ്പ് തോന്നി. ഇല്ല അഗ്നിദേവ്, നിന്റെ മുന്നിൽ ഞാൻ തോൽക്കില്ല. ഞാനും എൻ്റെ കുഞ്ഞും നിന്റെ മുന്നിൽ തന്നെ ജീവിക്കും. നോക്കിക്കോ, മിത്രയാണ് പറയുന്നത്. പതിയെ അവൾ ഉറക്കത്തിലേക്ക് വീണു. അതിരാവിലെ എണീറ്റതും അവൾ പതിവ് പോലെ ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. ബസ് പോയിട്ടില്ല എന്ന് കണ്ടതും അവൾക്ക് സമാധാനമായി. മിത്ര തിരിഞ്ഞു നോക്കി അവൾ കണ്ടത് തൻ്റെ അടുത്ത് നിൽക്കുന്ന ദേവുവിനെയാണ്. അവൾ ദേവുവിൻ്റെ വിളറിയ ചിരി നൽകി. എന്തിനാ മിത്ര? പാവല്ലേ എൻ്റെ ഏട്ടൻ. അത്രയ്ക്ക് പ്രണയിച്ചതല്ലേ നിന്നെ. പിന്നെ എന്തിനാ ആ പാവത്തിനെ വിഷമിപ്പിച്ചത്? ആഗ്രഹം കൊടുത്തത് ഇപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ കോമാളിയായി നിർത്തുന്നത്. നിന്നെ പ്രണയിച്ചു എന്ന തെറ്റിനോ? വേണ്ടായിരുന്നു ഒന്നും. മിത്രയ്ക്ക് തിരിച്ചു പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞത് സത്യമല്ലേ? ഞാനല്ലേ ആ മനുഷ്യന് ആഗ്രഹം നൽകിയത്? എന്നിട്ടിപ്പോൾ മറ്റൊരാളുടെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിലുള്ളത്? അവളുടെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ നിലംപതിച്ചു. അത് തുടച്ചവൾ മുന്നോട്ട് നീങ്ങി. പമ്പിൽ നിരവധി ആളുകളോടൊപ്പം ചുവട് വയ്ക്കുകയാണവൻ. അഗ്നി, വാട്ട് മാൻ? ഡ്രിങ്ക്സ് കഴിക്കാം. ഒരു സിപ്പെടുത്ത ശേഷം അവൻ ഗ്ലാസ് താഴെ വെച്ചു. എന്താടാ നീ നിർത്തിയോ? ഇതിലൊന്നും നിർത്തുന്ന ആളല്ലല്ലോ നീ. ഇതിനൊരു ലഹരിയില്ല. അതെന്താ ഇത്രയും കൂടിയത് അടിച്ചിട്ടോ? ആ ലഹരി അവൾക്ക് മിത്രയ്ക്ക്. 4-5 മാസമായിട്ടും അവളുടെ മണം ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഇതുവരെ കണ്ട പെണ്ണല്ലവൾ, ഉഷിരുള്ള പെണ്ണ. അതല്ലേ 2 തവണ എൻ്റെ നേരെ അവൾ കൈ ഉയർത്തിയത്. അതിനുള്ളത് പലിശയടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള എൻ്റെ തിരിച്ചുപോക്ക് അവൾക്കുള്ള അടുത്തടിയാ. എടാ, എന്നാലും അവളൊരു പാവം. ഷട്ടപ്പ്, പാവം. ഒരു രാത്രി അവളോട് ഞാൻ മര്യാദക്കാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവൾ എൻ്റെ കരണത്തടിച്ചു. അതിനവൾക്ക് ഞാൻ തിരിച്ചടി കൊടുത്തു. അത്രേ ഉള്ളൂ. ജോലി കഴിഞ്ഞ് വന്നതും മീരയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ക്യാഷ് അവൾ ചെറിയമ്മയ്ക്ക് നൽകി. ഇതാ പൈസ. അവരത് ആർത്തിയോടെ വാങ്ങി എണ്ണി നോക്കി. ഇത് 3000 രൂപയല്ലേ ഉള്ളൂ. എനിക്ക് 5000 രൂപ വേണം. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. നിനക്ക് മാസം 10-15 ശമ്പളമുണ്ടല്ലോ. പിന്നെ എനിക്ക് ക്യാഷ് തന്നാലെന്താ? ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ദൂർത്തടിക്കാൻ എൻ്റെ കയ്യിൽ ക്യാഷില്ലെന്ന്. പിന്നെ നിനക്ക് എന്തിനാടി ക്യാഷ്? അവരുടെ ചോദ്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞ് മുറ്റത്തൊരു ബൈക്കിൻ്റെ ശബ്ദം കേട്ടു. ഓ, വന്നല്ലോ. ചേച്ചി, കയറി വാടാ ദിനേശ.
അല്ല ചേച്ചി, മിത്രയില്ലേ? കാണുന്നില്ലല്ലോ. അവൾ അകത്തുണ്ട്. ഇന്ന് ചേച്ചി കുറച്ച് പലഹാരമാണ് മിത്രയ്ക്കുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മിത്രേ, ഇങ്ങോട്ട് വന്ന് നോക്ക്. എൻ്റെ അനിയന് നിനക്ക് എന്തൊക്കെയാ വാങ്ങിയിട്ട് വന്നതെന്ന്. മിത്ര പെട്ടെന്ന് പുറത്തേക്ക് പാഞ്ഞു വന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളതാ, എനിക്കെന്ന് പറഞ്ഞ് ആരും ഒന്നും കൊണ്ടുവരേണ്ട. ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്താടി നിന്റെ ഉദ്ദേശം? തന്തയില്ലാത്ത കൊച്ചിനെ പോറ്റാനാണോ? ദേ, ഇവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്കൊരു ജീവിതം ഇവൻ തരും. നിന്റെ കൊച്ചിനൊരു തന്തയുമായില്ലേ? മതി, നിർത്തിക്കോ. എൻ്റെ കൊച്ചിന് അച്ഛൻ വേണ്ട, അമ്മ മാത്രം മതി. അതുകൊണ്ട് ഇറങ്ങിപ്പോക്കോ, അല്ലെങ്കിൽ എൻ്റെ കൈയിൻ്റെ ചൂടറിയും. ഞാൻ പോട്ടെ ചേച്ചി. എടാ ദിനേശ, അവൾ എൻ്റെ അടുത്ത് തന്നെ വരും, അല്ലാതെ എവിടെ പോകാനാ? അയാൾ പോയതും അവൾ തൻ്റെ ദേഷ്യം പാത്രങ്ങളോട് തീർത്തു. പതിവ് പോലെ രാത്രി ഭക്ഷണം കഴിച്ചവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ദിനേശൻ ഒരു മാസമായിട്ട് ശല്യമുണ്ടായിരുന്നില്ല. ഇപ്പൊ പിന്നെയും വന്നിട്ടുണ്ട്. ദൈവമേ, പരീക്ഷിച്ച് മതിയായില്ലേ നിനക്ക്? ഫോൺ റിങ് ചെയ്തതും അവൾ അതിലേക്ക് നോക്കി. മീര. ഹലോ, പറ മീര. നാളെ ലീവല്ലേ? നാളെ തന്നെ നമുക്ക് ചെക്കപ്പിന് പോകാം. നാളെയോ? അതെ, ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കോളാം. ഇപ്പം തന്നെ ഒരാഴ്ച ലേറ്റാണ്, അതുകൊണ്ട് വൈകിക്കണ്ട. നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? അതെ, അതുകൊണ്ടേ നാളെ കാണാം. നാളെ ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. ACP ഗിരിധാരനെ കുടിക്കാനുള്ള വല നെയ്യുകയാണ് അഗ്നി. അവൻ്റെ ചിന്തിച്ചുള്ള ഇരിപ്പ് കണ്ടതും രോഹൻ ഒന്ന് പതറി. എങ്കിലും ധൈര്യം സംഭരിച്ചു ചോദിച്ചു, അഗ്നി, നമുക്ക് ട്രിവാൻഡ്രം പോകണം. ഞാനെന്തായാലും ഇപ്പോൾ ഇല്ല. എടാ, ഇറ്റ്സ് അർജൻറ്റ്. അതിനേക്കാൾ വലിയ ജോലി എനിക്കിവിടെ ഉണ്ട്. ആ ACPയെ എൻ്റെ കാല് ഞാൻ പിടിപ്പിക്കും. എടാ, അങ്കിൾ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. അഗ്നി ഒന്ന് ഞെട്ടി. വാട്ട്? അതെ, സൈലൻ്റ് അറ്റാക്കാണ്. നമുക്ക് പോകാം. എടാ, നിന്റെ വാശി നീ ഒന്ന് മാറ്റിവെക്ക്. ACPയെ നമുക്ക് അങ്ങോട്ട് വരുത്തിക്കാലോ. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യ്. ബുക്ക് ചെയ്തു. നാളെ മോർണിംഗ് നമ്മൾ നാട്ടിലെത്തും. മിത്ര, ഞാൻ വീടിൻ്റെ മുന്നിലുണ്ട്, നീ ഇറങ്ങി വാ. മിത്ര വേഗം റിപ്പോർട്ട് എടുത്ത് പുറത്തേക്ക് പോയി. നീ കയറുന്നില്ല? അയ്യോ വേണ്ട, ആ ചെറിയമ്മയുടെ ദേഹത്തെ ഞാൻ കൈവച്ച് പോകും. അത് കേട്ട് മിത്രയ്ക്ക് ചിരി വന്നു. എടി, ഇവിടുന്ന് 10-20 കിലോമീറ്റർ ഉള്ളതല്ലേ? 2 വീലറിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് റിസ്ക്കാ. നിനക്ക് 5 തുടങ്ങി, നമുക്ക് ഓട്ടോയിൽ പോകാം. മീര മിത്രയെ കൂട്ടി ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയി. ഓട്ടോയിൽ കയറുന്നതിന് മുൻപ് കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന ഗിരിയെ. ആ കണ്ണുകളെ നേരിടാൻ കഴിയാതെ അവൾ തല താഴ്ത്തി നിന്നു. മിത്രയുടെ മുഖത്തെ മാറ്റം മീര കണ്ടിരുന്നു. ഗിരിയെ കണ്ടതും മീരയ്ക്ക് കാര്യം മനസ്സിലായി. മീര അവളുടെ കൈകളിൽ പിടിച്ച് കണ്ണടച്ച് കാണിച്ചു. മിത്ര, നീ വാ. മീര അവളുടെ കൈ പിടിച്ച് ഓട്ടോയിൽ കയറ്റി. ചേട്ടാ, AM ഹോസ്പിറ്റൽ പോകാം. എന്നാൽ അത് കേട്ട മിത്ര ജാനിയെ നോക്കി. നീ നോക്കണ്ട, നമ്മൾ വെറുതെയൊന്നുമല്ല, ക്യാഷ് കൊടുത്തിട്ട് തന്നെയാണ് ചികിത്സ ചെയ്യുന്നത്. ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ അതിനെന്താ കുഴപ്പം? ആ ഡോക്ടർ ശരിയല്ല. അവർക്ക് നിന്നെ കണ്ടാൽ തന്നെ കണ്ണിന് പിടിക്കില്ല. ഒരുമാതിരി നോട്ടവും സംസാരവും. അത് ഈ ഡോക്ടർ അങ്ങനെ തന്നെ ആയിരിക്കും. ഭർത്താവില്ലാതെ പോയാലേ എല്ലാവരും അങ്ങനെ കാണൂ. എന്നാലേ ഈ ഡോക്ടർ അങ്ങനെയല്ല. ഇതേ എൻ്റെ ആൻറ്റിയാണ്. നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇനി പോയാൽ മതി. പിന്നെ നീ അറിഞ്ഞോ, നമ്മുടെ വർമ്മ സാർ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. എന്താ പറ്റിയത്? ഇന്നലത്തെ ന്യൂസ് തന്നെ. മകനെ പോലീസ് പിടിച്ചിട്ട് പോയ ന്യൂസ് അറിഞ്ഞപ്പോൾ തൊട്ട് സാറ് സങ്കടത്തിലായിരുന്നു. പിന്നെ രാത്രിയിലാണ് അറ്റാക്ക് ഉണ്ടായത്. അടുത്ത ആളുകൾ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോയി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാണ് കേട്ടത്. പിന്നെ അധികം മനസ്സിനെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനിയൊരു അറ്റാക്ക് കൂടി താങ്ങില്ല. മിത്രയുടെ മുഖഭാവത്തിൽ നിന്ന് ഇനി അറിയാൻ താല്പര്യമില്ലെന്ന് മീരയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അതിനെക്കുറിച്ച് തുടർന്ന് സംസാരിക്കാൻ അവൾ തയ്യാറായില്ല. വർമ്മ ഐസിയുവിലാണ്. തോമസ് പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഡോക്ടർ പുറത്തേക്ക് വന്നതും തോമസ് അയാളുടെ അടുത്തേക്ക് പോയി. ഡോക്ടർ, സാറിന് എങ്ങനെയുണ്ട്? ഇപ്പോൾ ഓക്കെയാണ്. പിന്നെ അഗ്നി സാറിനെ കാണണമെന്ന് പറഞ്ഞിരുന്നു. സാർ ഇതുവരെ വന്നില്ലേ? അറിയിച്ചിട്ടുണ്ട്, ഇപ്പോൾ എത്തും. ഡോക്ടർ പോയതും തോമസ് വർമ്മയുടെ PI ഗോവിന്ദനെ വിളിച്ചു. സാർ, ഡോക്ടർ ഇപ്പോഴും അഗ്നി സാറിനെ ചോദിച്ചു. ഞാൻ രോഹനെ വിളിച്ചിരുന്നു, അവർ ഇപ്പോൾ എത്തും. അഗ്നിയും രോഹനും വീട്ടിന് മുന്നിൽ വന്നു നിന്നു. നേരെ അകത്തേക്ക് പോയി ഫ്രഷായി വന്നു. സാർ, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട. രോഹൻ, വണ്ടിയെടുക്ക്, ഹോസ്പിറ്റൽ പോകാം. ഹോസ്പിറ്റലിൽ ഇറങ്ങി മീരയും മിത്രയും ഡോക്ടറുടെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു.
അതേസമയം അഗ്നിയുടെ കാറ് ഹോസ്പിറ്റലിന് മുന്നിൽ വന്നു നിന്നു. അതിൽ നിന്നും അഗ്നി നേരെ ഐസിയുവിലേക്ക് നടന്നു. അഗ്നിയെ കണ്ടതും ഡോക്ടർ അടുത്തേക്ക് വന്നു. സർ, ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ വർമ്മ സാർ ഓക്കെയാണ് സർ. ബട്ട് ഇനി സാറിനെ അധികം സങ്കടപ്പെടുത്തരുത്. ഇപ്പോൾ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ഇനി ഒരു അറ്റാക്ക് അദ്ദേഹം താങ്ങില്ല. പെട്ടെന്ന് കേട്ടപ്പോൾ അഗ്നിയിൽ എന്തോ ഒരു നോവുണർന്നു. എനിക്ക് കാണാൻ പറ്റുമോ? കാണാം സർ, ബട്ട് അധികം സംസാരിക്കാൻ അനുവദിക്കരുത്. അഗ്നി ഐസിയുവിലേക്ക് കയറി ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന വർമ്മയെ കണ്ടതും അവൻ വേഗം പുറത്തിറങ്ങി. ഡോക്ടർ, ഒന്നിനൊരു കുറവും ഉണ്ടാവാൻ പാടില്ല. ശരി സർ. പിന്നീട് അവിടെ അധികം നിൽക്കാതെ ഹോസ്പിറ്റലിനുള്ളിൽ അവൻ്റെ ഓഫീസ് റൂമിലേക്ക് പോയി. ഡോക്ടർ നിവിത എന്നെഴുതിയ ക്യാബിനിലേക്ക് മീര മിത്രയെ കൂട്ടിക്കൊണ്ടുപോയി. ആൻറ്റി, ഇതാ ഞാൻ പറഞ്ഞ ആള് മിത്ര. ഡോക്ടർ അവരെ നോക്കി പുഞ്ചിരിച്ചു. കയറി വരൂ. മുന്നിലുള്ള ചെയറിലേക്ക് നോക്കി മിത്രയോട് പറഞ്ഞു. ഇരിക്ക്. മിത്ര അവിടെ ഇരുന്നതും ഡോക്ടർ അവളുടെ BP ചെക്ക് ചെയ്തു. അതിനുശേഷം സ്കാനിങ് കഴിഞ്ഞ് പരിശോധന നടത്തി. റിപ്പോർട്ട് കയ്യിൽ വെച്ച് ഡോക്ടർ മിത്രയെ നോക്കി. കുട്ടിക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് ഡോക്ടർ, എനിക്ക് ചില സമയത്ത് വയറ് വല്ലാതെ വേദനിക്കുന്നു. വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ല. പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം, കുട്ടിക്ക് യൂട്രസിൽ ചെറിയ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് പെയിൻ വരുന്നത്. അയ്യോ ആൻറ്റി, നീ ടെൻഷൻ അടിക്കേണ്ട മീര. ഞാൻ കുറച്ച് ടാബ്ലറ്റ് എഴുതിയിട്ടുണ്ട്, അത് കഴിക്കൂ. 2 മാസം ഈ ടാബ്ലറ്റ് മുടങ്ങാതെ കഴിക്കണം. പിന്നെ അധികം സ്ട്രെസ് എടുക്കരുത്. വെയിറ്റ് കുറവാണ്. ഫുഡ് നന്നായി കഴിക്കണം. പിന്നെ മിത്ര, മീര എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. കുട്ടി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനുണ്ട് തൻ്റെ കൂടെ. ധൈര്യം കൈവിടരുത്. ജീവിച്ചു കാണിച്ചു കൊടുക്കണം. മിത്ര ഡോക്ടറിനെ നോക്കി പുഞ്ചിരിച്ചു. യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. മിത്രയെ കൂട്ടി മീര പുറത്തേക്ക് പോയി. നാളെ തൊട്ട് നീ ബസ്സിന് വരണ്ട. ഞാൻ നോക്കട്ടെ, ചെറിയ ചിലവിന് നിന്നെ ഓഫീസിലെത്തിക്കാൻ പറ്റുമോ എന്ന്. എൻ്റെ മീരെ, എനിക്കൊന്നുമില്ല. ഞാൻ ബസ്സിന് തന്നെ വന്നോളാം. അത് നീയല്ല, ഞാനാ തീരുമാനിക്കേണ്ടത്. അഗ്നി, അങ്കിളിന് ഇപ്പം എങ്ങനെയുണ്ട്? ബെറ്റർ. പിന്നെ ഇനി അറ്റാക്ക് വരാതെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ, അങ്കിളിനിപ്പോൾ നിൻ്റെ പ്രസൻസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ തന്നെ നിൽക്കാം. നീ എന്തൊക്കെയാ പറയുന്നത്? അപ്പോൾ എൻ്റെ ബിസിനസ്സോ? എടാ, ഒരു 2 മാസം. അതുവരെ അവിടുത്തെ ബിസിനസ് ഞാനും റെഡിയും കൂടി നോക്കിക്കോളാം. പ്ലീസ്. ശരി. പക്ഷേ എല്ലാ ദിവസവും നിനക്ക് മെയിൽ അയക്കണം എന്നല്ലേ? ശരി, ഞാനൊന്ന് അങ്കിളിനെ കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് വീട്ടിൽ പോകാം. രോഹൻ പോയതും അഗ്നി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ ഒരു ഓട്ടോയിലേക്ക് പോയി. അത് ശ്രദ്ധിച്ചതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. മിത്ര. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഓട്ടോ മുന്നോട്ടെടുത്തിരുന്നു.